ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഒരാഴ്ചത്തെ ജോലിയൊക്കെ കഴിഞ്ഞു. ഇന്ന് കുറച്ച് പർച്ചേസിങ് ചെയ്യാൻ പോയത്. അപ്പം എന്തൊക്കെ സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങിയെന്നുള്ളത് പറയാം. ഞങ്ങൾ 3 പേരാണുള്ളത്. അപ്പം ഞങ്ങൾ മുട്ട മേടിച്ചിട്ടുണ്ട്. മുട്ട എന്ന് പറയുന്നത് ഇവിടെ ഇതുപോലൊരു പാക്കറ്റ് വരുന്നത് 18 എണ്ണമാണ് കേട്ടോ. അപ്പം 18 എണ്ണത്തിൻ്റെ ഞങ്ങൾ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. 2 എണ്ണം. പിന്നെ ആണെങ്കിൽ നമുക്ക് ടൊമാറ്റോ വാങ്ങി. അതുപോലെ തന്നെ ഞങ്ങൾ ക്യാരറ്റ് വാങ്ങിയിട്ടുണ്ട്, ആപ്പിൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ബോയിൽഡ് റൈസ് ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ. ബോയിൽഡ് റൈസ് ഒക്കെ നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ പേടിച്ചൊന്നും വേണ്ട, ഇതെല്ലാ സാധനങ്ങളും കിട്ടും. ബോയിൽഡ് റൈസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുക്കുംബർ മേടിച്ചിട്ടുണ്ട്. നമ്മൾ വെളുത്തുള്ളി വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഫ്രോസന് ഗ്രീൻ പീസ് മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ പീസ് മേടിച്ചിട്ടുണ്ട്. അതുപോലെ ബീൻസ് വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എല്ലാ സാധനങ്ങളും നാട്ടിൽ നിന്നല്ലെങ്കിൽ ഇവിടെ എല്ലാം കിട്ടുന്നതൊക്കെ ഒരു ടെൻഷനൊക്കെ ഒരു കാണുമല്ലോ. അപ്പം അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കണ്ട. ഇവിടെ വരുന്നവർക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് ചിക്കനാണ്. ചിക്കൻ മേടിച്ചിട്ടുണ്ട്. ചിക്കൻ അതുപോലെ തന്നെ ഞങ്ങളൊരു 3-4 പാക്കറ്റ് വാങ്ങി. കാരണം ചിക്കൻ പലതരത്തിലുള്ള ചിക്കൻ വാങ്ങി. അതുപോലെ തന്നെ ബീഫ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിന് ഓരോരുത്തരും ചോദിക്കുമായിരിക്കുമല്ലോ വില എത്രയാണ്. ഇത് 1 കിലോയുണ്ട്. ഇതിന് 15 യൂറോയാണ് ബീഫിന്റെ വില. 1 കിലോ എന്ന് പറയുന്നത് 15 യൂറോ ആണ്. അതുപോലെ തന്നെ ഓറഞ്ച് വാങ്ങിയിട്ടുണ്ട്, ബനാന വാങ്ങിയിട്ടുണ്ട്, പിന്നെ സാൽമൺ ഫിഷ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കോഫി പൗഡർ ഉണ്ട്. അതുപോലെ മിൽക്ക് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിയിട്ടുള്ളൂ. കാരണം കുറേയൊക്കെ നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം അതൊക്കെ. പിന്നെ നമ്മൾ കാബേജ് വാങ്ങി. അതുപോലെ തന്നെ യോഗട്ട് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. 3 പാക്കറ്റിലാണ് ഞങ്ങൾ വാങ്ങിയത്. അതുപോലെ തന്നെ പാത്രമൊക്കെ കഴുകാനുള്ള ബ്രഷ്, നമുക്ക് ആട്ട, അതുപോലെ തന്നെ ഉള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ പയറുകൾ മേടിച്ചിട്ടുണ്ട്, കടല വാങ്ങിയിട്ടുണ്ട്, പിന്നെ ബോഡി ലോഷൻ വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഉപ്പ്. ഉപ്പിനൊക്കെ ഒക്കെ ചെറിയ വിലയുണ്ട് കേട്ടോ. ഇത് 90 യൂറോ എങ്ങാണ്ട്. ബിസ്ക്കറ്റ്, പിന്നെ പൊട്ടാറ്റോ, പാസ്ത. പിന്നെ ഞങ്ങൾ മേടിച്ചത് ആട്ട, കടല, പയറ്, പരിപ്പ്, പിന്നെ പഞ്ചസാര, ബ്രഷ്, അതേപോലെ തന്നെ ബിസ്ക്കറ്റ്, ഇതെല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടെ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ വറിയൊന്നും അവിടെ ഇല്ല. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് എത്ര രൂപയായെന്നറിയാവോ? ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങിയപ്പോൾ ഞങ്ങൾ 3 പേരൂടെ വാങ്ങിയത് 120 യൂറോ ആയി. 120 യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം അല്ലെങ്കിൽ 12,000 അല്ലെ 12,000-ന് പുറത്ത് നാട്ടിലെ വില അനുസരിച്ച്. അപ്പൊ അത്രയും രൂപയുടെ സാധനമാണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച വൈകുന്നേരമാണ്, നാളെ ശനിയാണ്, ഞായറാണ്. അപ്പം വീക്കെൻഡ് ഡേയ്സ് ആണ്, അവധിയാണ്. അപ്പം അടിപൊളിയായിട്ട് കുക്ക് ചെയ്യാം. അടിപൊളിയായിട്ട് ഇത്രയും ദിവസം ഒരാഴ്ച ഞങ്ങൾ ബിസി ആയിരുന്നു. അപ്പൊ ഇനിയുള്ള വീക്കെൻഡ് ഡേയ്സ് ഹാപ്പി ആയിട്ടിരിക്കാം. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത ഒരു ഇൻഫർമേഷനും വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.